ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നം, നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ ജീവിതശൈലീ രോഗങ്ങൾ. എങ്ങനെ ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടായി? നമ്മുടെ മനസ്സാണ് അതിന് പ്രധാന കാരണം. നമ്മൾ ജീവിതശൈലി ചിട്ടപ്പെടുത്താത്തതാണ് അതിന് പ്രധാന കാരണം. ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, യോഗ എന്നുള്ള പദത്തിന് യോഗശ്ചിത്തവൃത്തി നിരോധ. പതഞ്ജലി മഹർഷി ആദ്യത്തെ യോഗ സൂത്രത്തിൽ പറയുന്നത് യോഗശ്ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ പ്രവൃത്തിയെ നിരോധിക്കുക, ആവശ്യമുള്ളിടത്ത് കൺട്രോൾ ചെയ്യുക, വേണ്ട രീതിയിൽ ഉപകരിക്കുക. അതാണ് നമ്മുടെ യോഗയിലൂടെ ആദ്യമായി പതഞ്ജലി മഹർഷി നമുക്ക് ഉപദേശിച്ചു തരുന്നത്. അതുപോലെ ആയുർവേദം എന്നുള്ള ശാസ്ത്രം വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാര് ധ്യാനിച്ച് തപസ് ചെയ്ത് ബ്രഹ്മാവ് സ്മരിച്ച് മറ്റുള്ള പ്രജാപതിക്കും മറ്റുള്ളവർക്കും ഉപദേശിച്ചു കൊടുത്ത ഈ ശാസ്ത്രം, അതിനും പറയുന്നുണ്ട്. നമ്മുടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ അഷ്ടാംഗ ഹൃദയം എന്ന ഗ്രന്ഥത്തിൽ ഇന്ന് കേരളത്തിലെ പ്രഗത്ഭന്മാരായ ചികിത്സകർ മുഴുവൻ ഫോളോ ചെയ്യുന്ന അഷ്ടാംഗ ഹൃദയത്തിൽ ആദ്യം പറയുന്നത് ദിനചര്യ എന്ന ഒരു അധ്യായമാണ്. ദൈനംദിനമായി നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ശ്ലോകം പറയുന്നത് ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠേത് സ്വസ്ഥോ രക്ഷാർത്ഥമായുഷഃ. പിന്നെ അടുത്ത വരി പറയുന്നത് ശരീരചിന്താം നിർവർത്തിയ കൃത ശൗചവിധിസ്തഥ എന്നാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ നാം ഉയർത്തെഴുന്നേക്കണം, ഉണർന്നെണീക്കണം എന്നാണ് ആയുർവേദത്തിൽ ആദ്യമായി പറയുന്നത്, അല്ലെങ്കിൽ ദിനചര്യ അധ്യായത്തിൽ ആദ്യമായി പറയുന്നത്. എന്തിനാണ് നമ്മൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെണീക്കുന്നത്? ഇപ്പൊ നമ്മളെല്ലാം സയൻസും കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാരാണ്. അപ്പൊ നമുക്കറിയാം, സയൻസിൽ പറയുന്നുണ്ട് വൃക്ഷലതാദികള് ഓക്സിജൻ കൂടുതലായി അറ്റ്മോസ്ഫിയറിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ് ഈ ബ്രാഹ്മമുഹൂർത്തം സമയം. നമ്മുടെ യോഗയിൽ നമ്മൾ 5:30 മണിക്ക് ക്ലാസ്സിന് വരണം, അല്ലെങ്കിൽ 4 മണിക്ക് നമ്മൾ യോഗ പ്രാണായാമം തുടങ്ങണം. പ്രാണന്റെ ആയാമ വിസ്തരം, അതിനാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അതായത് ദീർഘമായി ഉച്ഛ്വസിക്കുക, നിശ്വസിക്കുക. അപ്പൊ ഈ പ്രാണായാമം ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമ്മളിൽ ഈ പ്രാണന്റെ അധിഷ്ഠാനമായ പ്രാണവായു ഉൾക്കൊള്ളുക. നമ്മുടെ സെല്ലുകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ രക്തശുദ്ധിക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ളത് ഈ പ്രാണവായുവാണ്. ഇത് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് നമ്മൾ രാവിലെ നേരത്തെ ക്ഷേത്രങ്ങളിൽ പാട്ടുവെച്ച് നമ്മൾ ഉണർത്തുന്നതും പള്ളിയിൽ നമ്മൾ വാങ്ങി വിളിക്കുന്നതും പള്ളി മണികൾ അടിക്കുന്നതും ഒക്കെ നമ്മൾ ഉണർന്നെണീപ്പിക്കുവാൻ വേണ്ടി, അഥവാ നമ്മൾ ഉറങ്ങിപ്പോയാൽ തന്നെ. അപ്പോൾ നമ്മൾ ഈ പ്രാണവായു ഉൾക്കൊള്ളുക. നേരത്തെ ഒരു പ്രാസംഗികൻ പറഞ്ഞ പോലെ ഓട്ടിസം എന്ന രോഗം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസവ സമയത്ത് ഒന്നുകിൽ ഈ കോട് കുടുങ്ങിയിട്ട് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുക, ഈ വേണ്ട സമയത്ത് കുട്ടി പുറത്തേക്ക് വരാതെ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ ഓട്ടിസം എന്ന രോഗം ഉണ്ടാകുന്നത്. പല സ്ഥലത്തും വായിച്ചു പഠിച്ചിട്ടുണ്ട്. അതേപോലെ സ്പാസ്റ്റിക് ചൈൽഡ്സ്, ഈ വികലാംഗരായ കുട്ടികൾ ജന്മനാ ഉണ്ടാവുന്ന അവർക്കും ഇതേ ഈ പ്രാണവായുവിന്റെ, അതായത് നമ്മൾ പുറത്തേക്ക് ഡെലിവറി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുട്ടി ഡോക്ടർമാർ തലകീഴായിട്ട് പിടിച്ച് കുടഞ്ഞിട്ട് പുറത്ത് 2 തട്ടൊക്കെ കൊടുക്കും. എന്തിനാ വെച്ചാൽ ആ ലങ്സിന്റെ പ്രവർത്തനം ശരിയായിട്ട് പ്രാണവായു ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ആ പ്രാണവായു ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ കുട്ടിയുടെ സെല്ലിന്റെ വളർച്ച പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഈ പ്രാണവായു നമ്മൾ ശരിക്കും ശരീരത്തിൽ ഉൾക്കൊണ്ട് ആ എനർജി സ്റ്റോർ ചെയ്ത് നമ്മുടെ ബുദ്ധിയെയും ശരീരത്തിന്റെ വളർച്ചയെയും സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ യോഗ പരിശീലിക്കാൻ വേണ്ടി പ്രാണായാമം ശീലിക്കുന്നത്. ഇതുപോലെ നമ്മുടെ പ്രാണായാമം ശീലിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതശൈലി കൺട്രോൾ ചെയ്യാൻ പ്രധാനമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ തൊഴിലാണ്. ചിലവർ ഫിസിക്കലായിട്ട് കൂടുതലായിട്ട് ശാരീരികമായിട്ട് കൂടുതൽ അധ്വാനം ചെയ്യേണ്ടവരുണ്ടാവും. ചിലവർ ഇരുന്ന് ജോലി ചെയ്യേണ്ടവരും മാനസികമായിട്ട് വർക്ക് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും, ബ്രെയിൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യേണ്ടവരുണ്ടാവും. രണ്ടുപേർക്കും തളർച്ച എന്നുള്ള സാധനം ഉണ്ടാവും. ഇവരുടെ ഈ വർക്കിനനുസരിച്ചുള്ള ഭക്ഷണം, അതിനനുസരിച്ചുള്ള വിശ്രമം, ഇത് വളരെ പ്രധാനമാണ്. ഡയറ്റ്, റെസ്റ്റ് ആൻഡ് വർക്ക്. ദിസ് ഈസ് കോൾഡ് ആയുർവേദത്തിലെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ ഡയറ്റും റെസ്റ്റും വർക്കും അതിനെ കൺട്രോൾ ചെയ്യുക. അവിടെയാണ് നമ്മുടെ യോഗ ചിത്തവൃത്തി നിരോധം വരേണ്ടത്. മനസ്സിലായി? അവനവൻ കഴിക്കേണ്ടത് എന്താണ്, അവനവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്. നേരത്തെ പറഞ്ഞ പോലെ കർമ്മം അനുഷ്ഠിക്കാൻ നമുക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാവണമെങ്കിൽ നമുക്ക് അതിനുള്ള ഊർജം കിട്ടണം. ഊർജം കിട്ടുന്നത് പ്രകൃതിയിൽ നിന്നുള്ള ഈ 6 സീസണിലും ഈ 6 ഋതുക്കളിലും കിട്ടുന്ന ശിശിരോധ വസഞ്ചശ്ച ഗ്രീഷ്മവർഷ ശരദ്ഹിമ, ഈ 6 സീസണിലും കിട്ടുന്ന ആഹാര പദാർത്ഥങ്ങളെയും പാനീയങ്ങളെ കൊണ്ടാണ് നമ്മൾ ജീവിതം നിലനിർത്തുന്നത്. അത് എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് നമുക്ക് പലർക്കും അറിയില്ല. ശാസ്ത്രത്തിൽ പറയുന്നത് അന്നേന കുക്ഷേഹേ ദ്വാവംശവും പാനേനേകം പ്രഭുരേത് ആശ്രയ പവനാദീനാം ചതുർത്ഥം അവശേഷേത് എന്ന് പറയുന്നുണ്ട്.
എങ്ങനെ സോളിഡ് ആയിട്ടുള്ള ഫുഡിനെ അന്നേനെ കുറിച്ച് ദ്വാവംശം 2 ഭാഗം, പാനേന ഏകം, മറ്റുള്ളത് ജലാംശം കൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ എങ്ങനെ ഭക്ഷിക്കണം, ഹിതാശി സ്യാദ് മിതാശി സ്യാദ് കാലഭോജി ജിതേന്ദ്രിയ, അവിടെയും പറയുന്നുണ്ട്. യോഗയിൽ പറയുന്ന പോലെ ജിതേന്ദ്രിയത്വം, ഹിതമായിട്ടുള്ള ആഹാരം മിതമായിട്ട് വിശക്കുന്ന സമയത്ത് കാലത്തിൽ, അതിനുള്ള കാലം പറയുന്നുണ്ട്, അത് ജിതേന്ദ്രനായിരിക്കണം. പലതരം ഫാസ്റ്റ് ഫുഡുകളും പല കളറുള്ള അഡൾട്രേറ്റഡ് ആയിട്ടുള്ള പല സാധനങ്ങളും ഉണ്ടാവും. ഇതൊന്നും നമ്മൾ നോക്കാതെ കണ്ട് മനസ്സിനെ അങ്ങോട്ട് അഴിച്ചു വിട്ടിട്ട് നമ്മൾ ജീവിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. വർക്കാണെങ്കിലും ഓവറായിട്ട് വർക്ക് ചെയ്യുക, ഭക്ഷണമാണെങ്കിലും ഓവറായിട്ട് കഴിക്കുക. അതായത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭക്ഷണം കൂടുതലാണ് കഴിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് പല കുടുംബങ്ങളിലും കാണുന്നത്. എല്ലാവരും ജോലിക്ക് പോവാണ്, കുട്ടികളും സ്കൂൾ വിട്ട് വരണം, വീട്ടമ്മമാരും വീട്ടിലെത്തിയിട്ട് ആ രാത്രിയത്തെ ഭക്ഷണം അധികം കഴിക്കുക എന്നുള്ളൊരു പ്രവണത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് പല കൊളസ്ട്രോൾ പോലുള്ള പല രോഗങ്ങളെയും ഉണ്ടാക്കാൻ, കാരണം നമ്മൾ വിശ്രമിക്കാൻ പോകുന്ന സമയത്ത്, നമ്മുടെ ആന്തരിക അവയവങ്ങൾ വിശ്രമിക്കാൻ പോകുന്ന സമയത്ത് കൂടുതലായിട്ട് ഭക്ഷണത്തിന് അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ ആ അഗ്നി അണഞ്ഞു പോവുകയുള്ളൂ. ശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് അഗ്നി മൂലം ബലം പുംസാം, നമ്മുടെ അഗ്നിബലമാണ് പ്രധാനമായിട്ടും. ജഠരാഗ്നിയുടെ ആ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറായിട്ട് നമ്മൾ പരിപാലിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. ശരീരത്തിൽ ഈ ധാതു, രസം, രക്തം, മാംസം, മേരസ്, അസ്ഥി, മജ്ജ എന്നുള്ള രീതിയിലെ ധാതുപരിണാമങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ ചെയ്യണം? നമ്മൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ, ചിത്തവൃത്തി നിരോധത്തിനായിട്ട് നമ്മൾ യോഗയെയും ശരീര പരിപാലനത്തിനായിട്ട് ആയുർവേദത്തെയും ഉപയോഗിക്കുക. പ്രകൃതി ആയുർവേദത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വീട്ടില് നിത്യേന ഉപയോഗിക്കുന്ന ഈ മഞ്ഞള്, കായം, വെളുത്തുള്ളി, ജീരകം, ഇഞ്ചി, കുരുമുളക് ഇതെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ആയുർവേദ മരുന്നുകളും ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനൊരു ഔഷധം എന്നുള്ള എനിക്ക് പറയാൻ വയ്യ, ഒരു സപ്ലിമെന്ററി ഫുഡ് എന്നുള്ള എനിക്ക് ആയുർവേദത്തിലെ മരുന്നുകളെ നമുക്ക് പറയാൻ പറ്റൂ. നമ്മുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും അപാധകൾ, ഡെഫിഷ്യൻസിയോ അല്ലെ അതിനെ നിലനിർത്താനായിട്ട് നമ്മൾ ആ പറയുന്ന പഥ്യാനുഷ്ഠാനങ്ങളോടുകൂടി ആയുർവേദം ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം കൈവരാം, നിങ്ങളുടെ ധർമ്മം, കർമ്മം പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഈ ഇങ്ങനെ ഒരു വേദി ഇവിടെ ഒരുക്കി ഈ ഗ്രാമത്തില് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്ന സ്വസ്തിയുടെ എല്ലാ ഭാരവാഹികളെയും, അതുപോലെ ഒരു വേദി ഒരുക്കി തന്ന ആയുർവേദത്തിന്, നമ്മളെ ക്ഷണിച്ചു ഇവിടെ ആയുർവേദത്തിന് ഒരു വേദി ഒരുക്കി തന്ന എല്ലാ ഭാരവാഹികളെയും നല്ലവരായ നാട്ടുകാരെയും ഞാൻ ഇത്തരണത്തിൽ നന്ദിയോടെ സ്മരിച്ചുകൊള്ളുന്നു. ജയ് ഹിന്ദ്.